അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മടവൂർ കാഫിലയുടെ സിറാജുദ്ദീൻ ലത്തീഫിയെ അല്ല അറസ്റ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം ഒരു പാവമാണ്. ഇസ്ലാമിക വിജ്ഞാനം തീരെ കുറഞ്ഞ ആളാണ്. അയാളെ അന്ധവിശ്വാസിയാക്കിയത് കുരുവട്ടൂരി നൗഷാദാണ്. കുരുവട്ടൂരി നൗഷാദ് കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന വ്യാജ ഷെയ്ഖിന്റെ പ്രധാനപ്പെട്ട മുരീദാണ്. അവനാണ് ലോകം നിയന്ത്രിക്കുന്നയാളാണ്. നമ്മുടെ ഷെയ്ഖായ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് ഈ സിറാജുദ്ദീൻ ലത്തീഫിയെ പഠിപ്പിച്ചു കൊടുത്തത് കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യാജ ത്വരീഖത്തിന്റെ മുരീദായ നൗഷാദാണ്. നമ്മുടെ ഷെയ്ഖായ കോമാട്ട് ജാലിൽ അബ്ദുള്ള അഥവാ KC അബ്ദുള്ള ആണിനെ പെണ്ണാക്കാൻ ശേഷിയുള്ള ഷെയ്ഖാണ്. ആകാശം ഭൂമിയാക്കാൻ ശേഷിയുള്ള ഷെയ്ഖാണ്. പാറ മണ്ണാക്കാൻ ശേഷിയുള്ള ഷെയ്ഖാണ്. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും, അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും. ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മുടെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. അവരെ കൂടെ റൂമിൽ ഒരു പെണ്ണ് വന്നാൽ, ഒരു പൂച്ച വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ നിന്റെ രോമത്തിൽ തൊടാൻ ഒരാൾക്കും കഴിയില്ല. നിന്റെ സംരക്ഷണം, നിന്റെ ചാനലിന്റെ സംരക്ഷണം നമ്മുടെ ഷെയ്ഖായ KC അബ്ദുള്ള ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സിറാജുദ്ദീൻ ലത്തീഫിയെ ആവേശം കൊള്ളിച്ചവനാണ് നൗഷാദ് കുരുവട്ടൂരി. എന്റെ കൽപ്പനയിൽ, എന്റെ ചിറകിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്നറിയിച്ച പോലെ ചരിത്രം ആവർത്തിക്കുകയാണ്. നമ്മുടെ കാഫില മടവൂർ ശൈഖുനയുടെ സംഭവങ്ങൾ അവിടെയും ഇവിടെയും ചെന്ന് അന്വേഷിച്ച് രേഖപ്പെടുത്തി അത് ഇന്നത്തെ ആധുനിക സോഷ്യൽ മീഡിയയിലൂടെ വ്യാപിപ്പിച്ചപ്പോ എല്ലാവരും ചേർന്ന് അവരെ ഒതുക്കാൻ തീരുമാനിച്ചപ്പോ ഇന്ന് കാഫില ടീമിനെയും കാലഘട്ടത്തിന്റെ മശായിഖന്മാർ അവരുടെ കരങ്ങൾ കൊടുത്തവരെ സംരക്ഷിക്കുമ്പോ ഒരു ശക്തിക്കും ഇനി അവരെ തൊടാൻ കഴിയില്ല. അതിശക്തമായ സംരക്ഷണമാണ് മശായിഖന്മാര് നൽകുക. വട്ടൂരി നൗഷാദാവട്ടെ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന വ്യാജ ഷെയ്ഖിന്റെ മൈക്ക മാത്രമാണ്. അയാളുടെ നിർദ്ദേശമില്ലാതെ ഒന്നും പറയുകയില്ല. ഞങ്ങൾ മൈക്കകൾ മാത്രമാണ്. ഞങ്ങളെ ഏൽപ്പിച്ചത് പറയുകയാണ്. ഏൽപ്പിച്ച ദൗത്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന ഹദ്റത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശത്തിനനുസരിച്ച് പറയുന്നവരാണ്. തോന്നിയത് പറയുന്നതല്ല. അപ്പോൾ ഇതൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്നത് കോമാട്ട് ജാലിൽ അബ്ദുള്ള തന്നെയാണ്, അല്ലാതെ നൗഷാദ് ഒരക്ഷരം പറയില്ല. അപ്പോൾ നൗഷാദും കോമാട്ട് ജാലിൽ അബ്ദുള്ളയുമാണ് സിറാജുദ്ദീൻ ലത്തീഫിയെ അന്ധവിശ്വാസിയാക്കിയത്. മാത്രവുമല്ല, നൗഷാദ് കുരുവട്ടൂരി മടവൂർ കാഫിലക്കാരനോട് പറയുന്ന മറ്റൊരു കാര്യം നിങ്ങളൊന്ന് കേട്ടുനോക്കുക. ഇത് ഔലിയാക്കളുടെ ജീവിതത്തിൽ ഇത് വലിയൊരു സംഭവമല്ല. അത് മരിച്ചവരെ ജീവിപ്പിക്കാന്ന് പറഞ്ഞാൽ, അതായത് ഉന്നതരായ വലിയക്കന്മാര് ഞാൻ പറയുന്ന ഉന്നതായ ഇത് അവരെ ജീവിതത്തിൽ ഒരു വലിയ സംഭവമല്ല. അത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഏതായാലും അൽഹംദുലില്ലാ വളരെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഉസ്താദ് നമുക്ക് വിഷയം വിശദീകരിച്ചു തന്നു. അള്ളാഹു ഉസ്താദിന് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പിരാന്തനെ കുറിച്ച് ഇതൊക്കെ സഹിക്ക, ഇയാളെ വാക്ക് കേട്ടിട്ട് സ്വന്തം പിഞ്ചു പൈതലിനെ കൊന്ന ആൾക്കാർ വരണ്ടേ? ഒരു ചരിത്രം കേട്ടല്ലോ സഹോദരങ്ങളെ. കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന KC അബ്ദുള്ളക്ക് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനും KC അബ്ദുള്ള ഉദ്ദേശിക്കുന്നവരെ മരിപ്പിക്കാനൊക്കെ കഴിവുണ്ടെന്നാണ് ഒരു വിജ്ഞാനവുമില്ലാത്ത സിറാജുദ്ദീൻ ലത്തീഫിയോട് പറയുന്നത്. നൗഷാദും കോമാട്ട് ജാലിൽ അബ്ദുള്ളയുമാണ് സിറാജുദ്ദീൻ ലത്തീഫിയെ അന്ധവിശ്വാസിയാക്കിയത്. നിയമപാലകർ അവരിലേക്കാണ് അന്വേഷണം കൊണ്ടുപോകേണ്ടത്. എന്നാൽ മാത്രമേ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജസിദ്ധന്മാരെയും അന്ധവിശ്വാസികളെയും തുറുങ്കിലടച്ചാൽ മാത്രമേ സിറാജുദ്ദീൻ ലത്തീഫിയുടെ ഭാര്യയെ പോലെയുള്ളവരുടെ മരണം ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും
ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.